ബീർബലിനെ പല വിധത്തിൽ പരീക്ഷിക്കുകയെന്നത് അക്ബറിൻ്റെ ഒരു വിനോദമായിരുന്നു. ഒരു ദിവസം അക്ബർ ബീർബലിനോട് പറഞ്ഞു, ബീർബൽ, എനിക്ക് 4 മണ്ടന്മാരെ കാണാൻ കൊതിയാകുന്നു. നമുക്ക് 4 മണ്ടന്മാരെ കണ്ടെത്താം പ്രഭോ. ബീർബൽ സമ്മതിച്ചു. ബീർബൽ പിറ്റേന്നു രാവിലെ തന്നെ മണ്ടന്മാരെ തേടി നടക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഒരുത്തൻ ധൃതിയിൽ വഴിയിലൂടെ നടന്നു പോകുന്നത് ബീർബൽ ശ്രദ്ധിച്ചത്. അയാളുടെ കയ്യിൽ ഒരു വലിയ സമ്മാന പാക്കറ്റും ഉണ്ടായിരുന്നു. ബീർബൽ അയാളുടെ പുറകെ ഓടിച്ചെന്നു. നിങ്ങൾ എങ്ങോട്ട് പോകുന്നു? കയ്യിൽ എന്താണ്? ബീർബൽ പിറകിൽ നിന്ന് വിളിച്ചു ചോദിച്ചു. പക്ഷേ അയാൾക്ക് നിൽക്കാനോ മിണ്ടാനോ നേരമില്ലായിരുന്നു. അത്ര തിരക്കായിരുന്നു. ഒട്ടും സമയമില്ല എന്ന് അയാൾ പറയുന്നുണ്ടായിരുന്നു. അവസാനം ബീർബൽ അയാളെ പിടിച്ചു നിർത്തി. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ തിരക്കിലാണ് പ്രഭോ. എൻ്റെ ഭാര്യ പോയി വേറൊരുത്തനെ കല്യാണം കഴിച്ചു. 1 കൊല്ലം കഴിഞ്ഞപ്പോൾ അവൾ പ്രസവിച്ചിരിക്കുന്നു. ഞാനത് ആഘോഷിക്കാൻ മധുര പലഹാരങ്ങളുമായി പോവുകയാണ്. ബീർബൽ പൊട്ടിച്ചിരിച്ചുപോയി. ഇവനല്ലേ ഒരു തിരുമണ്ടൻ, ഇവനെ തന്നെ ചക്രവർത്തിക്ക് പരിചയപ്പെടുത്താം. ബീർബൽ നിശ്ചയിച്ചു. അയാളെയും കയ്യിൽ പിടിച്ച് നടക്കാൻ തുടങ്ങി. അപ്പോഴിതാ റോഡിലൂടെ ഒരു കുതിര വരുന്നു. കുതിരപ്പുറത്തൊരുത്തൻ ഇരിപ്പുണ്ട്. അവൻ്റെ തലയിലോ ഒരു വലിയ കെട്ട് വൈക്കോൽ. അത് കണ്ട് അത്ഭുതപ്പെട്ട് ബീർബൽ അയാളെ പിടിച്ചു നിർത്തി. തലയിൽ വൈക്കോൽ കെട്ടുമായിട്ടിരിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, പ്രഭോ, ഈ കുതിര എൻ്റേതാണ്. എനിക്ക് ഇവൻ മകനെ പോലെയാണ്. ഞാൻ അവൻ്റെ പുറത്തിരുന്നാൽ തന്നെ അവന് നല്ല ഭാരം ചുമക്കണം. പിന്നെ വൈക്കോൽ കെട്ടിൻ്റെ ഭാരം കൂടി അവനെ കൊണ്ട് ചുമപ്പിക്കുന്നത് ശരിയാണോ? അല്ല, പാവം, അവൻ ക്ഷീണിക്കും. അതിനാൽ അവൻ്റെ മുകളിൽ ഞാൻ ഇരുന്നിട്ട് വൈക്കോൽ കെട്ട് എൻ്റെ തലയിൽ വെക്കാമെന്ന് കരുതി. ഒരു കെട്ടെങ്കിലും ഞാൻ ചുമന്നാൽ അത്രയുമായില്ലേ? ബീർബൽ ചിരിയടക്കാൻ പാടുപെട്ടു. ഇവൻ തിരുമണ്ടനല്ല, മരമണ്ടൻ, തിരുമരമണ്ടൻ. ബീർബൽ അവനോട് തൻ്റെ പുറകെ കൊട്ടാരത്തിലേക്ക് വരാൻ ആജ്ഞാപിച്ചു. ഇനി മതി, 2 മണ്ടന്മാരെ കിട്ടിയല്ലോ, ബാക്കി പറഞ്ഞു നിൽക്കാം. ബീർബൽ തൻ്റെ ബുദ്ധിയിലൊരു പദ്ധതി ഉണ്ടാക്കി നടന്നു. അക്ബറിൻ്റെ മുന്നിലെത്തി 2 മണ്ടന്മാരുടെയും കഥ പറഞ്ഞു. അക്ബർ ചിരിച്ചു കുഴഞ്ഞു. ഭാര്യയ്ക്ക് വേറൊരുത്തൻ്റെ കുഞ്ഞുണ്ടായത് ആഘോഷിക്കുന്നവൻ മണ്ടൻ, കുതിരപ്പുറത്തിരുന്ന് വൈക്കോൽ കെട്ട് ചുമക്കുന്നവൻ അതിലും മണ്ടൻ. എല്ലാ ഭാരവും കുതിരയുടെ മേലാണ് എന്നറിയണമെങ്കിൽ അല്പം ശാസ്ത്രബോധം വേണം. 2 മണ്ടന്മാരും വലിയ മണ്ടന്മാർ തന്നെ. അക്ബർ ചിരിച്ചുകൊണ്ട് സമ്മതിച്ചു. പക്ഷെ ബീർബൽ, 4 മണ്ടന്മാരെ കാണണമെന്നല്ലേ ഞാൻ പറഞ്ഞത്? ബാക്കി 2 പേർ എവിടെ? ഇവിടെയുണ്ട് പ്രഭോ, ബീർബൽ പുഞ്ചിരിയോടെ പറഞ്ഞു. എവിടെ? കാണുന്നില്ലല്ലോ. 3-മത്തെ മണ്ടൻ ദാ ഈ നിൽക്കുന്ന ഞാൻ തന്നെ. ഇങ്ങനെ നാട്ടിലെ മണ്ടന്മാരെ തിരക്കി നടന്ന് വെറുതെ വിലയേറിയ സമയം പാഴാക്കിയ ഞാൻ മണ്ടനല്ലാതെ മറ്റാരാണ്? അത് കേട്ട് അക്ബർ ചിരിച്ചുപോയി. ശരിയാ, താനൊരു മണ്ടനാണ്. ഇപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. അക്ബർ ബീർബലിനെ കളിയാക്കി. എന്നിട്ട് ചോദിച്ചു, ബീർബൽ, 4-മത്തെ മണ്ടനാരാണ്? ബീർബൽ ചക്രവർത്തിയെ വന്ദിച്ചുകൊണ്ട് താഴ്മയോടെ പറഞ്ഞു, പ്രഭോ, സത്യം പറയുന്നതിന് അങ്ങ് അനുവദിക്കണം. അങ്ങേക്ക് ദേഷ്യം തോന്നരുത്. 4-മത്തെ മണ്ടൻ അങ്ങു തന്നെ. അക്ബർ ഞെട്ടിപ്പോയി. ദേഷ്യപ്പെട്ട് അദ്ദേഹം ചോദിച്ചു, ഞാനോ? ഞാൻ മണ്ടനോ? പ്രഭോ, ക്ഷമിക്കണം. അങ്ങ് വെറും മണ്ടനല്ല, ഏറ്റവും വലിയ മണ്ടൻ. ഇത്തരം നിഷ്പ്രയോജനമായ ഒരു പണിക്ക് എന്നെ നിയോഗിച്ച് അങ്ങേ സേവിക്കേണ്ട എൻ്റെ സമയം വെറുതെ കളയിച്ച അങ്ങല്ലേ ഏറ്റവും വലിയ മണ്ടൻ. ബീർബലിൻ്റെ വാദം കേട്ടപ്പോൾ അക്ബറിൻ്റെ ദേഷ്യം അലിഞ്ഞുപോയി. അദ്ദേഹം സന്തോഷത്തോടെ ചിരിച്ചു. ബീർബലിനും അദ്ദേഹം പിടിച്ചുകൊണ്ടുവന്ന മണ്ടന്മാർക്കും സമ്മാനവും നൽകി പറഞ്ഞയച്ചു.